എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്ക് നേരെയുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ബിനീഷ് കോടിയേരിയിലേക്കും കടക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ആക്രമണം നടന്ന ദിവസത്തെ ബിനീഷ് കോടിയേരിയുടെ ഫോൺ വിളി പ്രത്യേക അന്വേഷണ സംഘം ശേഖരിച്ചതായാണ് ലഭിക്കുന്ന സൂചനകൾ. കേസിൽ പ്രതികളായ 25 പേരുമായി ബിനീഷ് കോടിയേരി ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ എന്നാണ് അന്വേഷണ സംഘം പ്രധാനമായും പരിശോധിക്കുന്നത്. കേസിലെ ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായാണ് ഈ നടപടികൾ. ആക്രമണം നടന്ന ദിവസം ED റെയ്ഡ് നടക്കുന്ന വിവരമറിഞ്ഞ് ബിനീഷ് കോടിയേരി വീണ വിജയന്റെ ബേക്കറി ജംഗ്ഷനിലെ വസതിയിലേക്ക് എത്തിയിരുന്നു. റെയ്ഡ് നടന്ന സമയം അത്രയും അദ്ദേഹം അവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നീട് ED ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ട സമയത്തും അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അന്വേഷണം ബിനീഷ് കോടിയേരിയിലേക്ക് തിരിയാനും ഒരു പ്രധാന കാരണം. ഈ സമയത്തെ കോൾ ഡീറ്റെയിൽ റെക്കോർഡുകൾ, ഡിജിറ്റൽ തെളിവുകൾ, മറ്റ് വിവരങ്ങൾ എന്നിവയാണ് പരിശോധിക്കുന്നത്. അതേസമയം കേസുമായി ബന്ധപ്പെട്ട CPM സംസ്ഥാന നേതാക്കളുടെ മൊഴിയും അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ആക്രമണ ദിവസം പ്രതിഷേധത്തിലും സമരത്തിലും പങ്കെടുത്ത നേതാക്കളുടെയും പ്രവർത്തകരുടെയും മൊഴിയെടുക്കാനാണ് തീരുമാനം. സംഭവത്തിന് മുമ്പും ശേഷവും നടന്ന ആശയവിനിമയങ്ങൾ, പ്രതിഷേധത്തിന്റെ ആസൂത്രണം, ആക്രമണവുമായി ബന്ധപ്പെട്ട സാഹചര്യങ്ങൾ എന്നിവയും അന്വേഷണത്തിന്റെ ഭാഗമാണ്. ED ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ നേരിട്ട് പങ്കെടുത്തവരെയും ആക്രമണത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായിട്ടുണ്ടോ എന്നതും കണ്ടെത്തുകയാണ് അന്വേഷണ സംഘത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇതിനായി ഡിജിറ്റൽ തെളിവുകൾ, ഫോൺ വിളി വിവരങ്ങൾ, CCTV ദൃശ്യങ്ങൾ എന്നിവ വിശദമായി പരിശോധിച്ചു വരികയാണ്. ഈ ബിനീഷ് കോടിയേരി ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ടൊക്കെ അല്ലെങ്കിൽ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടൊക്കെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. അതായത് കർണാടകയിൽ വെച്ചിട്ടൊക്കെ ബിനീഷ് കോടിയേരിയെ അറസ്റ്റ് ചെയ്യുന്നൊക്കെ ഒരു സാഹചര്യം വരെ ഉണ്ടാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് അന്നുണ്ടായിരുന്നു. അങ്ങനെ പാർട്ടി ബിനീഷ് കോടിയേരിയെ പാർട്ടിയിൽ നിന്നും എന്നതേക്കുമായി പുറത്താക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ബിനീഷ് കോടിയേരി പാർട്ടിയിലേക്ക് അംഗത്വം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പലതവണ പാർട്ടിക്ക് കത്തുകളൊക്കെ നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായെങ്കിലും പാർട്ടി അത് പരിഗണിച്ചില്ല. പക്ഷേ അങ്ങനെയൊക്കെ ഒരു പരിഗണിക്കേണ്ട ഒരു ആവശ്യമുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ബിനീഷ് കോടിയേരി ഞാൻ മുഴുവൻ സമയം പാർട്ടി പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ് അന്ന് വഴുതക്കാട് വസതിയിലേക്ക്, അതായത് വീണ വിജയന്റെ വസതിയിലേക്ക്, അതായത് പ്രതിപക്ഷ നേതാവായ പിണറായി വിജയന്റെ വാടക വീട്ടിലേക്ക്, വഴുതക്കാട് വാടക വീട്ടിലേക്ക് ED ഉദ്യോഗസ്ഥർ റെയ്ഡിനെത്തിയപ്പോൾ ബിനീഷ് കോടിയേരി അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ മുതിർന്ന നേതാക്കളെല്ലാം തന്നെ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അന്ന് റോഡിൽ കുത്തിയിരുന്ന് സമരം നടത്താനും മുദ്രാവാക്യം വിളിക്കാനും എല്ലാം വലിയൊരു തോതിൽ ഈ പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ, അതായത് MV ഗോവിന്ദൻ, ശിവൻകുട്ടി, V ജോയ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ മുന്നിൽ ഞാൻ ഒരു നല്ലൊരാളാണ്, അല്ലെങ്കിൽ എനിക്ക് പാർട്ടിയിൽ അംഗത്വം വേണം, ഞാൻ പാർട്ടിക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വേണ്ടി തയ്യാറാണ് എന്നൊക്കെ ഒന്നൊരു പ്രഹസനം അന്ന് ബിനീഷ് കോടിയേരി കാണിച്ചു. അതിനുശേഷമാണ് ബിനീഷ് കോടിയേരിക്ക് പാർട്ടി അംഗത്വം നൽകി ഒരു CPM പ്രവർത്തനായ ബിനീഷ് കോടിയേരി മാറുന്നത്. അപ്പോൾ ഇത്രയും കാലം പാർട്ടിയുമായിട്ട് വലിയ രീതിയിലൊരു അടുപ്പമൊന്നും ഇല്ലാതിരുന്ന, അല്ലെങ്കിൽ ഒരു പകുതി അടുപ്പം മാത്രം വെച്ചുകൊണ്ടിരുന്ന ബിനീഷ് കോടിയേരി വീണ വിജയന്റെ വസതിയിലേക്ക് ED ഉദ്യോഗസ്ഥർ റെയ്ഡിന് വന്നപ്പോൾ പല ഭാഗത്തു നിന്നും, നെയ്യാറ്റിൻകരയിൽ നിന്നും പാറശാലയിൽ നിന്നടക്കം CPM പ്രവർത്തകർ വഴുതക്കാട് വസതിയിലേക്ക് ഓടിയെത്തുന്ന ഒരു കാഴ്ച, SFI പ്രവർത്തകരടക്കം ഓടിയെത്തുന്ന ഒരു കാഴ്ച, അങ്ങനെ നാനാ ഭാഗങ്ങളിൽ നിന്നടക്കം CPM പ്രവർത്തകർ പിണറായി വിജയന്റെ വീട്ടിലേക്ക് എത്തുന്ന ഒരു കാഴ്ച. അത് SITയുടെ പ്രഥമ ദൃഷ്ടിയാൽ അവർ പറയുന്നത് ഇതൊരു ഗൂഢാലോചന ആയിരിക്കണം. കാരണം വാട്സപ്പ് വഴി അല്ലെങ്കിൽ ഫോൺ മുഖേനയൊക്കെ നിമിഷ നേരം കൊണ്ട് തന്നെ ED ഉദ്യോഗസ്ഥർ പിണറായിയുടെ വീട്ടിലെത്തി റെയ്ഡ് നടത്തുന്നുണ്ട് എന്ന് രാവിലെ തന്നെ ഈ നിർദ്ദേശങ്ങളെല്ലാം തന്നെ അവർക്ക് എത്തിക്കാണും. അതുകൊണ്ടാണ് ഒരു 11:30-12 മണിയോടെയൊക്കെ അടുപ്പിച്ചായപ്പോൾ തന്നെ വലിയ രീതിയിൽ DYFI പ്രവർത്തകരും CPM നേതാക്കളും അടക്കം പിണറായിയുടെ വസതിയിലേക്ക്, അതായത് വാടക വീട്ടിലേക്ക് എത്തിയത്. അപ്പോൾ ഇതൊരു ഗൂഢാലോചനയുടെ ഒരു ഭാഗമായിരിക്കണമെന്നാണ് ഒരു 90% നിഗമനത്തിലേക്ക് SIT സംഘം എത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ മുതിർന്ന നേതാക്കളുടെയൊക്കെ അടക്കം ഇവരുടെ പങ്ക് എന്താണ് എന്നടക്കം അന്വേഷിക്കുന്ന ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പം SIT ഇപ്പോൾ നീങ്ങുന്നത്. അങ്ങനെ ഇപ്പോൾ SIT നീങ്ങിയില്ല എന്നുണ്ടെങ്കിൽ EDയുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹൈക്കോടതിയിൽ EDയുടെ അഭിഭാഷകന്റെ ഒരു ഹർജി നൽകും. കാരണം ഇതൊരു ഗൂഢാലോചന ഉൾപ്പെടുന്ന ഒരു കേസാണ്. അതുകൊണ്ട് തന്നെ വാഹനങ്ങളടക്കം അടിച്ചു തകർക്കുന്ന ഒരു കേസാണ്. സ്വാഭാവികമായി ഉണ്ടാകുന്ന ഒരു പ്രതിഷേധമല്ല അവിടെ നടന്നത്. സ്വാഭാവികമായി EDയോ CBO അടക്കം ഒരു റെയ്ഡിന്, ഒരു രാഷ്ട്രീയ നേതാവിന്റെ വീട്ടിൽ റെയ്ഡിനെത്തുമ്പോൾ സ്വാഭാവികമായി ആ പാർട്ടിയെ പ്രതിനിധീകരിക്കുന്ന പ്രവർത്തകർ അല്ലെങ്കിൽ നേതാക്കൾ ഒരു പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കും. പക്ഷേ ഇത് വാഹനങ്ങളൊക്കെ അടിച്ചു തകർക്കുന്ന രീതിയിലേക്ക് എത്തിയുമ്പോൾ അത് ഉദ്യോഗസ്ഥരെ കൊല്ലുക എന്നുള്ള ലക്ഷ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നാമ്പുറത്ത് പ്രവർത്തിച്ച ഇതിന്റെ അണിയറ പ്രവർത്തകരെ ഒന്നും തന്നെ പുറത്തേക്ക് കൊണ്ടുവന്നില്ല. അപ്പോൾ അതൊരു CBIയുടെ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണം എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതായത് UDF സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, അതോടൊപ്പം തന്നെ CPMനെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു തിരിച്ചടിയായി മാറും. അതുകൊണ്ട് തന്നെയാണ് ഒരു തരത്തിലുമുള്ള ഒരു പരാതിക്ക് ഇടവരുത്താത്ത രീതിയിൽ SIT ഇപ്പോൾ കൃത്യമായി നേതാക്കളെ അടക്കം ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുള്ളത്.